ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. പലപ്പോഴും ആൾക്കാരൊക്കെ പറയാറുണ്ട്, എന്നെ ആർക്കും വേണ്ട, ഞാൻ കൊള്ളുകയില്ല, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, ഞാനൊരു ശരാശരി ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കാം, പക്ഷേ എന്നെ കൊള്ളുകയില്ല എന്നോ വിലയില്ല എന്നോ ഒരിക്കലും അർത്ഥമില്ല. ഇന്ന് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വലിയ ചിന്ത അതാണ്. 99 പേരെ വിട്ടിട്ട് ഒരുവനെ തേടിയിറങ്ങുന്ന ദൈവം. ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുക്കണമെന്ന് ഈശോ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഉതപ്പ് കൊടുക്കരുത്, ചെറിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതിന് വിലയുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കാത്ത ഹൃദയത്തിൻ്റെ വിശാലതയുള്ളവനാണ് ദൈവം. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എന്നെ ദൈവത്തിന് വേണ്ട, എന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട എന്ന തോന്നൽ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളവരാണ് നാം ഓരോരുത്തരും. ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. അവൻ്റെ സൗന്ദര്യം കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, ജോലി കൊണ്ടോ, കച്ചവടം കൊണ്ടോ, കൃഷി കൊണ്ടോ ഒന്നും ദൈവം ആരെയും വിലയിരുത്തുന്നില്ല. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചവനാണ്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ചങ്കിടിപ്പാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ അവഗണിച്ചാലോ, ആരെങ്കിലുമൊക്കെ നമ്മളേക്ക് വേണ്ട പരിഗണന തരാതിരുന്നാലോ, ആരെങ്കിലുമൊക്കെ നമ്മളെ ഒഴിവാക്കി ചിന്തിച്ചാലോ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒഴിവാക്കി ചിന്തിക്കുന്നില്ല. ദൈവം നമ്മളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിന്തിക്കുന്നത്. നമ്മളെ കൂടി ഉൾക്കൊണ്ട ഒരു ലോകമാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്. നമ്മളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്വർഗമാണ് ദൈവം നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള പ്രത്യക്ഷമായ തഴച്ചിലുകളും ഒഴിവാക്കലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും, കണ്ണുകൾ നിറയും, നമ്മൾ കരഞ്ഞു പോകും, ചിലപ്പോൾ നിരാശ പോലെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ വേണ്ട വിധത്തിൽ അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം തരുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഈ ചെറിയവരിൽ ഒരുവനെ പോലും ഉപേക്ഷിക്കാത്ത വലിയ കരുതലുള്ള ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അവിടുന്ന് എന്നെ തൻ്റെ ഉള്ളം കൈയിലാണ് സംരക്ഷിക്കുന്നത് എന്ന വലിയ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ, അത്തരത്തിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന നിരാശാജനകമായിട്ടുള്ള ചിന്തകളെയും വികാരങ്ങളെയും നമുക്ക് പറിച്ചെറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ മനുഷ്യർ, കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ കൂടെയുള്ളവരോ ഒക്കെ നമ്മളെ അവഗണിച്ചാലോ നമ്മളെ പരിഗണിച്ചില്ലെങ്കിലോ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം പരിഗണിക്കുന്നുണ്ട്, ദൈവം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ഉള്ളം കൈയിൽ സംരക്ഷിക്കുന്നുണ്ട്, ദൈവം നമ്മെ എപ്പോഴും കരുതലോടുകൂടി കൊണ്ട് നടക്കുന്നുണ്ട് എന്ന ആ ഒരു വലിയ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവഗണനയുടെയും ഒഴിവാക്കപ്പെടലിൻ്റെയും തഴച്ചിലിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോയെ, അങ്ങനെ അങ്ങയുടെ ഹൃദയത്തിൽ സംരക്ഷിക്കുന്നുണ്ട്, അങ്ങയുടെ ഉള്ളംകൈയിൽ സംരക്ഷിക്കുന്നുണ്ട് എന്ന വലിയ പ്രത്യാശയിൽ അടിയുറച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ, പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ, സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.